നടക്കുന്ന സമരം നടക്കുന്നില്ല, സമരം നടത്തുന്നേ പറയുന്നുള്ളൂ. അവർ നടത്തുന്നവർ നടത്തട്ടെ. ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടന അമ്മയാണ്. റൈറ്റേഴ്സ് യൂണിയനിലും ഞാനുണ്ട്. അപ്പം അമ്മ സംഘടനയിൽ തീരുമാനം സമരത്തിനോട് സഹകരിക്കേണ്ടതാണ്. അപ്പോൾ ഞാനും സമരത്തിനോട് ഒപ്പം ഉണ്ടാവില്ലല്ലോ. സമരമില്ല ഒന്നാമത്. അത് വെറുതെ ഉമ്മക്ക് കാണിക്കുന്നത്, സമരമൊന്നും ഉണ്ടാവില്ല. ഞാൻ ചെറുകിട, ഇത് ഞാനാണ് വൻകിട. ഞാൻ കുറയ്ക്കൂല. അതായത് താരങ്ങൾ എന്ന് പറഞ്ഞ വേറെ ആൾക്കാരാണ്. ഞാൻ അഭിനേതാക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. താരങ്ങൾ വേറെ ഒരു സംഭവമാണ്. അപ്പം താരങ്ങൾ വെച്ച് സിനിമ എടുക്കുന്നവർക്ക് താരങ്ങൾ വേണമെങ്കിൽ താരങ്ങൾ പറയുന്നത് പണം കൊടുക്കണ്ടേ? വേണം. നമ്മളെന്ന് വെച്ച് പണം എടുക്കുന്നവർക്ക് നമുക്ക് അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. പല വിട്ടുവീഴ്ചകളും നമ്മൾ ചെയ്യേണ്ടി വരും. പൈസ കിട്ടാതെ അഭിനയിക്കുന്ന പടങ്ങളുണ്ട്, കിട്ടുന്നതുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ട് തരാതിരിക്കുന്ന പടങ്ങളുണ്ട്, ഒക്കെ ഉണ്ടാവും. താരങ്ങളടുത്തേക്ക് പ്രൊഡ്യൂസർമാർ പോകുമ്പോൾ അവരവരെ റേറ്റ് പറയും. കാരണം അവർക്കറിയാം, അവർക്കൊരു വാല്യൂ ഉള്ളതുകൊണ്ടാണല്ലോ പ്രൊഡ്യൂസർ വരുന്നത്. ഈ താരങ്ങൾ പ്രൊഡ്യൂസർമാരെ വീട്ടിൽ പോയിട്ട് സാറേ ഞങ്ങളെ അഭിനയിപ്പിക്കുന്നു എന്ന് പറയുന്നില്ല. ഇവരുടെ ഡേറ്റിന് വേണ്ടി അവർ നടക്കുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഡിമാൻഡുകൾ എന്തും അങ്ങനെയല്ലേ അല്ലേ? നിങ്ങൾ നല്ലൊരു പത്രക്കാരനാണെങ്കിൽ വേറൊരു ചാനൽ വന്ന് നിങ്ങളടുത്തൊന്ന് ചോദിക്കും, വർക്ക് ചെയ്യാൻ വരുമെന്ന് ചോദിക്കും അല്ലേ? അതുപോലെയുള്ളൂ. റെമ്യൂണറേഷൻ ആര് കുറയ്ക്കണം എന്നാ പറയുന്നത്? അതൊന്നും നമ്മൾ അംഗീകരിക്കില്ല. അത് ഞങ്ങൾ അംഗീകരിക്കേണ്ട തീരുമാനിച്ചല്ലോ. ഒന്നാമത് 3 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ഘട്ടങ്ങളായിട്ടാണ് റെമ്യൂണറേഷൻ തരുന്നതെങ്കിൽ അതന്നെ മര്യാദയ്ക്ക് കിട്ടുന്നില്ല. 3 ഘട്ടമായിട്ടൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ചേംബർ തന്നെ വേണമെന്നൊക്കെ ഗവൺമെന്റ് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ ചേംബർ ഒക്കെ? ഇത് ഗവൺമെന്റ് ടാക്സ് ആവുന്നൊരു ഏർപ്പാടല്ലേ? ഗവൺമെന്റല്ലേ ഇതിൽ മുൻകൈയെടുക്കേണ്ടതൊക്കെ. അവർ ഒപ്പിടുന്നതിനോടൊപ്പം നോക്കാം. അത് പ്രൊഡ്യൂസർമാർ നോക്കട്ടെ, പടം നിർമ്മിച്ചവർ നോക്കട്ടെ. നടന്മാർ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ നിലപാടാണ് പറഞ്ഞത്.